ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കരിമീൻ മപ്പാസ് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇത് സ്വല്പം വലിയ കരിമീനാണ്. ഇതൊന്ന് കട്ട് ചെയ്യാം നമുക്ക്. മപ്പാസിന് നമുക്കൊരു മീഡിയം സൈസ് കരിമീനാണ് നല്ലത്. അതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരും വേണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഇതുപോലെ ഫിഷിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കത് ഇതുപോലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടാൽ മതിയാവും. ഇതുപോലെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടിയിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 8 പച്ചമുളകും ചേർക്കാം. 1 കപ്പ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം ഒന്ന് മാറിയ ശേഷം 3 തക്കാളി അരിഞ്ഞും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന ശേഷം 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം. ഇതിൽ 1 മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം 2 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം കുരുമുളക് തെരുതെരിപ്പാട്ട് പിടിച്ച കുരുമുളക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ വഴറ്റി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിമീൻ മപ്പാസ് റെഡി.